90s കിഡ്സാണ് നമ്മൾ. ജോബുണ്ടോ, സാലറി എത്ര, കല്യാണം കഴിഞ്ഞോ, വീട് വെച്ചോ, കുട്ടികളായില്ലേ? 90s കിഡ്സാണ് നമ്മൾ. പക്ഷേ 2026 ഇപ്പോഴും നമ്മുടെ ജീവിതം എവിടെയാണെന്ന് ക്ലിയറായി അറിയാത്തൊരു ജനറേഷൻ. ഡിഗ്രി ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ മനസ്സിനൊരു സമാധാനവും ഇല്ല. ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. 90s കിഡ്സ് വളർന്നു വന്നത് ഒരു ട്രാൻസിഷൻ ടൈമിലാണ്. പാരൻസിൻ്റെ ലോകം സ്റ്റേബിൾ ജോബ്സിൻ്റെ ലോകമായിരുന്നു. ഡിഗ്രി എടുത്താൽ ജോബ് ഓട്ടോമാറ്റിക്കായി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഡ്രീംസ് ഫോളോ ചെയ്തില്ല, ഡിഗ്രി ഫോളോ ചെയ്തു. പക്ഷേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് റിയൽ വേൾഡിൽ ഇറങ്ങിയപ്പോൾ റൂൾസ് എല്ലാം മാറിപ്പോയി. സ്കിൽസ് ഇമ്പോർട്ടൻറ്റ്, നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻറ്റ്, സ്പീഡ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മളെ പ്രിപ്പയർഡ് ആക്കിയില്ല. ഇപ്പോൾ 2026 നമ്മളിൽ ചിലർക്ക് 28 വയസ്സ്, 30, 32, ചിലർക്ക് 35 വയസ്സ്. ഈ സ്റ്റേജിൽ സൊസൈറ്റി സൈലൻ്റ് അല്ല. ചോദ്യങ്ങൾ തുടങ്ങിക്കൊണ്ടേയിരുന്നു. ജോബുണ്ടോ, സാലറി എത്ര, കല്യാണം കഴിഞ്ഞോ, വീട് വെച്ചോ, കുട്ടികളായില്ലേ? ഈ ചോദ്യങ്ങൾ ആരും മോശം ഉദ്ദേശിച്ച് ചോദിക്കുന്നതല്ല. പക്ഷേ എല്ലാ ചോദ്യവും നമ്മുടെ കോൺഫിഡൻസിനെ സ്ലോ ആയി കുറച്ചുകൊണ്ടിരിക്കും. 90s കിഡ്സ് കമ്പാരിസൺ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ജനറേഷനാണ്. ഒന്ന് മൊബൈൽ എടുത്താൽ മതി, സെയിം ഏജ് ഫ്രണ്ട്സ്, ഫോറിൻ റീൽസ്, ഹൗസ് ടൂർ, വെഡ്ഡിങ് ഫോട്ടോസ്, യങ്ങർ കിഡ്സ്, ഏർലി സക്സസ്, ഫാസ്റ്റ് മണി. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, എനിക്ക് മാത്രം എന്താ ഇത്ര ലേറ്റായിപ്പോയി? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആരോടും ചോദിക്കില്ല, പക്ഷേ എല്ലാ രാത്രിയും അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. ഇപ്പോഴും 90s കിഡ്സ് ഒരു കരിയർ കൺഫ്യൂഷനിലാണ്. ജോബ് ഉണ്ടെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും സാലറി ഇല്ല. ജോബ് ചേഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഫിയർ. ഇനി ലേറ്റ് ആവുമോ, ഇനി റിസ്ക് എടുക്കാൻ പറ്റുമോ? സ്വന്തം പാഷൻ ഫോളോ ചെയ്യാൻ തോന്നുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഓർമ്മ വരും. റെസ്പോൺസിബിലിറ്റീസ് നോക്കി നിൽക്കുമ്പോൾ പാഷൻ മറന്നു പോകും. ഇത് 90s കിഡ്സിൻ്റെ ഡെയിലി മൈൻഡ് വാറാണ്. പാരൻസ് നമുക്ക് വേണ്ടി വലിയ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ മറക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം ഹാപ്പിനെസ്സിനേക്കാൾ പാരൻസിൻ്റെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ ഈ ഗിൽട്ട് ഒരു ട്രാപ്പാണ്. സ്വന്തം ആഗ്രഹം ഫോളോ ചെയ്താൽ സെൽഫിഷ് എന്ന് തോന്നൽ, പാരൻസിൻ്റെ വഴി നടന്നാൽ സ്വന്തം ലൈഫ് മിസ് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ്. 90s കിഡ്സ് ജീവിക്കുന്നത് ഗിൽട്ട് മാനേജ് ചെയ്ത് തന്നെയാണ്. ഈ ജനറേഷൻ ലൗഡായി കരയില്ല, സ്ട്രോങ് ആയി നടക്കും, സ്ട്രോങ് ആയി നടിക്കും. പക്ഷേ ഉള്ളിൽ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, സ്ലീപ്പിംഗ് പ്രോബ്ലംസ്. ഡോക്ടർ പറയുന്നത് സ്ട്രെസ്സാണ്, പക്ഷേ ആ സ്ട്രെസ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും ചോദിക്കില്ല. ഇത് ഞാൻ ക്ലിയറായി പറയട്ടെ, 90s കിഡ്സ് ലേസി അല്ല, 90s കിഡ്സ് വീക്കല്ല. 90s കിഡ്സ് കൺഫ്യൂസ് ചെയ്യപ്പെട്ട ഒരു ജനറേഷനാണ്. റോങ് ടൈമിൽ റോങ് അഡ്വൈസ്, അതിൻ്റെ വില നമ്മളിപ്പോൾ പേ ചെയ്യുന്നു. പക്ഷേ ഇത് നമ്മുടെ ഫോൾട്ട് മാത്രമല്ല. ഈ വീഡിയോ ഒരു മോട്ടിവേഷൻ സ്പീച്ചൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാം സെറ്റാവുമെന്ന്. പക്ഷെ ഒരു സത്യം പറയാം, 90s കിഡ്സ് തോൽക്കുന്നില്ല, അവർ ജസ്റ്റ് ഡിലേ ആയി. ലൈഫ് ഒരു റേസൊന്നും അല്ലല്ലോ. ലേറ്റായി എന്ന് തോന്നുന്നത് ഫെയിലിയർ അല്ല, ഒരു കറക്റ്റ് ഡിസിഷൻ സ്ലോ ആയി നമ്മുടെയൊക്കെ ലൈഫ് മാറ്റും. ഈ വീഡിയോ നിങ്ങളെ ടച്ച് ചെയ്തുവെങ്കിൽ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു 90s കിഡ്സിൻ്റെ അടുത്ത് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. താങ്ക്സ് ഫോർ ലിസണിങ്.